ഞങ്ങളെല്ലാവരും കൂടെ ഇന്നൊരു ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ പഴനിയിലേക്ക് വന്നിരിക്കുകയാണ്. ഉണ്ണിക്ക് മുട്ടയടിക്കാൻ വന്നതാണ്. ഇതേ മുട്ടയടിക്കലൊക്കെ കഴിഞ്ഞു. നല്ല തിരക്ക്, കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്ക്. പിന്നെ ഫോണ് മോളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ കണ്ടോ, നല്ല തിരക്കാണ്. ഇനി നമുക്ക് ആ കാണുന്ന ആ മോളിലേക്ക് പോകാനുണ്ട്. മുട്ടയടി കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. ഇന്ന് നല്ല തൈപ്പൂയത്തിൻ്റെയും ശബരിമല മകരവിളക്കിൻ്റെ എല്ലാം തിരക്കാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കുണ്ട്. നമുക്ക് അത്രയും കാണുന്നുണ്ടോ, കാല് കുത്താൻ തന്നെ പറ്റാത്തൊരു രീതിയിൽ കാലിങ്ങനെ വെക്കുന്നത് ഇങ്ങനെ ഒഴുകി പോവായിരുന്നു. നല്ല ദർശനമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഉണ്ണിക്കിതേ 1.5 വയസ്സാവാനായിട്ടാണ് പഴനിയിലേക്ക് വരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെയും ഏട്ടൻ്റെയും അനിയൻ്റെയും എല്ലാവരുടെ കുട്ടികളുടെയും നമ്മൾ പഴനിയിലേക്ക് തന്നെയാണ് കൊണ്ടുവന്ന് മുട്ടയടിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാനും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാവടി എടുത്തിട്ടും അങ്ങനെ ഓരോ നേർച്ചയൊക്കെ ഉണ്ട് പഴനിയിൽ. പിന്നെ നേരെ ശബരിമലയ്ക്ക് പോകണ അവരും പഴനിയിൽ കയറിയിട്ടാണ് ശബരിമലയ്ക്ക് പോകണത്. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴാണെങ്കിലും ശബരിമലയ്ക്ക് കയറിയിട്ട് അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഏട്ടൻ മുടി പോയത് കണ്ടിട്ടില്ലല്ലോ, ഗ്രീഷ്മയുടെ അച്ഛൻ ഉണ്ണീനെ എടുത്ത് നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാവരും വന്നിട്ട് കുട്ടിയുടെ മൊട്ടത്തലയൊന്ന് കാണിക്കണമല്ലോ. പിന്നെ അവിടെ നിറച്ച് നല്ല മുല്ലപ്പൂ കിട്ടുമായിരുന്നു. അപ്പോൾ മഞ്ജു അവിടെ പോയിട്ടാണ് മുല്ലപ്പൂ വാങ്ങിയത്. മുല്ലപ്പൂവിൻ്റെ ആളാണല്ലോ, അത് ചെറുതിനെ കാണിച്ചത് താഴെ ഇട്ടു. അങ്ങനെ മുല്ലപ്പൂ മഞ്ജു വാങ്ങി, ഗ്രീഷ്മ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയില്ല. ഒരു മുളത്തിന് 100 രൂപ. അപ്പം ഞാൻ മുല്ലപ്പൂ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ മാത്രം വാങ്ങിയില്ല, ബാക്കി എല്ലാവരും വാങ്ങി. പിശുക്കൊന്നും അല്ല കേട്ടോ, പക്ഷെ വാങ്ങിയില്ല. പിന്നെ മഞ്ജു ചേച്ചി കുറച്ചെടുത്തോന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ പൂ എനിക്ക് കുറച്ച് തന്നു. അപ്പം ഞാൻ കുറച്ചെടുത്ത് വെച്ചോളൂ. പിന്നെ ചെറുതിനെ കഴിക്കാൻ കൊടുക്കണത് മഞ്ജു കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗ്രീഷ്മ ഉണ്ണിക്ക് വാരി കൊടുക്കണം. അപ്പോൾ ബാക്കി കഴിക്കാനവർ കഴിച്ചോട്ടെ, ഞാൻ ഉണ്ണീനെ എടുക്കാം, നീ കഴിക്കാൻ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇവരുടെ കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടീനെ ഇവരുടെ കൊടുത്തിട്ട് നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ മുട്ടത്തല ഞാനിങ്ങനെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കണം. ആശാൻ നോക്കണുണ്ട് കേട്ടോ. കണ്ടോ, അയ്യോ മുടി പോയോ, കണ്ടോ മുടി പോയി, അയ്യോ അതാന്നൊക്കെ പറഞ്ഞിട്ട് മുടി പോയ സങ്കടമൊന്നും അല്ല, കാരണം ആശാൻ അറിയാനായിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ഇഡലി ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇഡലി പച്ചച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. എവിടെ നമ്മൾ പോവുകയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. രാവിലെ നേരത്തെ എണീറ്റ് അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ, ഇത്തവണ ശബരിമലയിലെ പോലെ പ്ലേറ്റും സ്പൂണും കൊടുക്കാൻ മറക്കരുത് എന്നുള്ള രീതിയിൽ അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും എവിടെ നമ്മൾ പോവുകയാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും അമ്മയാണ് മറക്കാതെ വെള്ളവും ഗ്ലാസും സ്പൂണും പ്ലേറ്റും എല്ലാം എടുത്ത് വെക്കുന്നത്. ഞങ്ങൾക്കറിയില്ലല്ലോ, അപ്പോൾ ഞങ്ങളന്ന് മറന്നു. അതിപ്പോഴും ഇങ്ങനെ പറഞ്ഞ് കുത്തി കാണിക്കലാണ് അമ്മ. അപ്പം അമ്മ രണ്ടും കൂടെ തല്ലി പിടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്തോ പറഞ്ഞിട്ടേ നമ്മൾ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി മോളിലേക്ക് കയറാൻ പോണത്. അല്ലാതെ ഈ ഫുഡൊക്കെ ഏറ്റിപ്പിടിച്ചിട്ട് മോളിലേക്ക് ഒരുപാട് പോകാനുണ്ട്. ശബരിമല പോലെ തന്നെ അമ്മ ഇങ്ങനെ പറയും, നിങ്ങളപ്പോൾ ശബരിമല വന്നാണ് എന്ത് ചെയ്യുമായിരുന്നു, കാരണം നിറച്ചും സ്റ്റെപ്പ് കയറി മലയ്ക്ക് പോകാനുണ്ട്. മോളിലാണ് നമ്മുടെ പഴനി. ശബരിമല പറഞ്ഞ ശബരിമല തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പഴനിയിലേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് പോകണം. ഞാനിന്ന് മഞ്ജു ഞാനും കൂടെയാണ് ഇരുന്നത്. ഏട്ടൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞ് ട്രിപ്പ്. പിന്നെ മുകളിൽ ശബരിമലയ്ക്ക് പോയി വന്നിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെയാണ്, വേറെ എവിടേക്കും ഇല്ല. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ നല്ല തിരക്കാണ്. ദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല. അവിടുന്ന് അന്നദാനമുണ്ട്. നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടാണ് വരിക. പക്ഷെ തിരക്ക് കണ്ടപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ മുഷിയെന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ട് തന്നെ നേരെ വരുമ്പോൾ ഹോട്ടലിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. പിന്നെ എവിടെ പോയാലും പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹോട്ടലിൽ കയറി പറയുന്നത് ചിക്കൻ ബിരിയാണി ആണല്ലോ. അപ്പോൾ ഉണ്ണി ഉറങ്ങി. ആദ്യം പ്രസാദാണ് പ്രസാദ് തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രസാദിനെയും ഉറക്കം വരാൻ തുടങ്ങി. രാവിലെ നേരത്തെ എണീറ്റല്ല, അപ്പോൾ അവൻ ഉറക്കം വരാൻ തുടങ്ങിയതുണ്ട്. എല്ലാവരും ഉറങ്ങുകയാണ്. ഗ്രീഷ്മ വീഡിയോ കാണുമ്പോഴായിരിക്കും എനിക്ക് തെരുവിളി വരുന്നത്, കാരണം ആശാത്തി അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെന്നറിയാം, പക്ഷേ ഈ വീഡിയോ എടുത്തത് കണ്ടിട്ടില്ല. ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്താമെന്ന് പറഞ്ഞിട്ട് നിർത്തിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പതിയെ കൈ പൊക്കിയപ്പോൾ കൈ തട്ടിയതാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ഉണർന്നിട്ടേ അങ്ങനെ നേരെ ഹോട്ടലിൽ കയറി
ചിക്കൻ ബിരിയാണി തന്നെ സ്വാഭാവികമായിട്ടും പറഞ്ഞു. കുട്ടികൾക്ക് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി തന്നെ വേണം, അവർക്ക് അതല്ലേ ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോണതിന് മുന്നൊക്കെ നമ്മൾ ഒന്നും കഴിക്കാതെ, അതായത് നോണൊന്നും കഴിക്കാതെ തന്നെയാണ് പോയിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇവർക്ക് അറിയുന്ന വിചാരിക്കണോ വീട്ടിലെല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇവർക്കൊരു ചോറ് കഴിക്കുന്നതിന് മുന്നേ ചെറിയൊരു കലാപരിപാടികളുണ്ട്. അതിന് അവിടെ എവിടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ വഴി ചോദിക്കുകയാണ്. എന്നിട്ട് ഇവർ പോയി. ബാക്കി ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ വന്നത് കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമേ പോയുള്ളൂ. അങ്ങനെ ഞങ്ങൾ മാത്രം കഴിക്കാനിരുന്നു. രാവിലെ നേരത്തെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ മുകളിൽ തിരക്കിൽ പോയി ദർശനം കണ്ട് വന്നതല്ലേ പഴനിയിൽ. അപ്പോഴേക്കും എല്ലാവരും വിശന്ന് ക്ഷീണിച്ച്, അപ്പോൾ പതിവൊന്നും പോയില്ല. ഏട്ടനും മാമനും ഒക്കെയാണ് പോയത് കൂടുതലായിട്ടും. ഗ്രീഷ്മയുടെ അച്ഛൻ, ഏട്ടൻ്റെ അച്ഛൻ, അങ്ങനെയൊക്കെ എല്ലാവരും പോയി. അപ്പോൾ ഇന്ന് ഇവരാണല്ലോ താരം, അപ്പോൾ ഇവരെ ഒന്ന് ഫോക്കസ് ചെയ്തതാണ്. എല്ലാവരും ഫുഡിന് വെയിറ്റിംഗ് ആണ്. ചെറുതും ആശാൻ കുറച്ച് ബിരിയാണിയെ കഴിച്ചുള്ളൂ കേട്ടോ. വിശന്നു കുട്ടിക്കൊക്കെ. ഇരുന്ന് നോക്കുകയാണ് എന്താ ഇവർ ചെയ്യുന്നത്. അതായത് എല്ലാവരും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനോ പുതിയ ആൾക്കാരെ കണ്ടിട്ട് കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന അവിടുന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. കരച്ചിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ മുടി വെട്ടുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുട്ടി ഹാപ്പിയായി. കാരണം കുട്ടിയുടെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും എടുത്തുകൊണ്ട് നടക്കാനുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രജുക്കുട്ടി ഉറങ്ങിയൊന്ന് എണീറ്റതിൻ്റെ ഉറക്ക ക്ഷീണം. പിന്നെ പപ്പ, ബസിയമ്മ, അവർ നാലാളും അവിടെ ഇരുന്നു. എല്ലാവർക്കും ഇരിക്കാൻ, എല്ലാവരും ഓരോ 4 സീറ്റാണല്ലോ. അപ്പോൾ ഇവരെ നാത്തോനും കൂടെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ ശല്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫ്രണ്ടിൽ ഞാൻ വന്നു. ഏട്ടനില്ലല്ലോ, ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഇവർ അങ്ങോട്ട് പോയി വന്നിട്ട് അപ്പോഴേക്കും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അപ്പം അമ്മ എന്തെങ്കിലും ഉണ്ടോ മുഖത്ത്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയണേ. വീഡിയോ അല്ലേ, എല്ലാവരും കാണുന്നതല്ലേ. അപ്പം അതിൻ്റെയൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ അമ്മയ്ക്കും അറിയാം. നമ്മുടെ എല്ലാവരും കാണുന്നുണ്ട്, അതായത് ബന്ധുക്കളൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കണം. അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കൂല, ചുറ്റുള്ളതൊന്നും കാണൂല എന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ്. അപ്പം ഞാൻ നല്ല ടേസ്റ്റുള്ള തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി തന്നെയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ അതേ കട്ടിച്ച് വലിക്കലാണ് എൻ്റെ കുഞ്ഞ് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അബിക്കുട്ടി വേഗം സൈഡായതൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കുകയാണ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോഗ്രാഫർമാർ വരുമ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് ഭംഗിയായി കഴിക്കും പോലെ തന്നെ എൻ്റെ ക്യാമറ കാണുമ്പോഴാണ് ഇവരൊക്കെ ഒന്ന് വൃത്തിയായി. അതുവരെ വെച്ച് താങ്ങലാണ് എല്ലാവരും കേട്ടോ. നല്ല തിരക്കുണ്ടെങ്കിൽ എന്താ, നല്ലൊരു ദർശനം കിട്ടിയെന്നൊക്കെ പറയണേ. കുറച്ച് നല്ല തിരക്ക് അനുഭവിച്ചാലും നല്ല ദർശനമാണ് ഞങ്ങൾക്ക് കിട്ടിയത് പഴനി മുരുകസ്വാമീനെ. അതുപോലെ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ എന്താ നല്ല ഫുഡ് കിട്ടിയെന്നും പറയുന്നുണ്ട്. നല്ല തിരക്കുള്ളത് കൊണ്ട് അധികം ഹോട്ടലുകളിലൊന്നും കഴിക്കാൻ, ഇത്രയും പേർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഹോട്ടലിലൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ കിട്ടിയത്. നല്ല ഭക്ഷണം തന്നെയായിരുന്നു. അതന്നെ കുറച്ച് നമ്മൾ തിരക്കിട്ട് തിരഞ്ഞാലും നല്ല ഭക്ഷണം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വിനോദം പറയണ്ടായിരുന്നതാണ്. അപ്പോൾ ബാക്കി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടനേര് വന്നിട്ട് അവരൊക്കെ കഴിക്കുമ്പോഴേക്കും ഇവർ കഴിച്ച് കഴിഞ്ഞ് വെറ്റില അമ്മയുടെ പേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആശാൻ അത് അച്ഛൻ വീട്ടിൽ കഴിക്കും, അമ്മ ഒന്നും കഴിക്കില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിക്കനോ മീനൊക്കെ കഴിച്ചാൽ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും വെറ്റിലയൊക്കെ കഴിക്കും കേട്ടോ. വെറ്റില, അടയ്ക്കയൊക്കെ അങ്ങനെ. അപ്പോൾ ഏട്ടൻ ഇതാ കഴിക്കാൻ വന്നിട്ടുള്ളൂ. ഏട്ടനും രഞ്ജിയും മാമനോ അവരൊക്കെ കഴിക്കാൻ വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിരിക്കണം. എൻ്റെ കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ തന്നു. അത് ഒരു വീഡിയോയിൽ മാത്രമല്ല, എല്ലാ വീഡിയോയും മുഴുവനായിട്ട് കാണാനും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ. പുതിയ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വരിക്കുട്ടി ഇങ്ങനെ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്നൊക്കെ പറയും പോലെ കഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയുടെ നെറുകിൽ കയറി നിൽക്കുകയാണ്. എന്നിട്ട് അമ്മ എന്നൊന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് റോഡ് സൈഡ് വന്ന് നിൽക്കുകയാണ് ഇവർ, ഏട്ടനൊക്കെ കഴിച്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിച്ച് വന്ന് ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ മഞ്ജു അമ്മ കുട്ടിക്കൊരു ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ഇപ്പം എപ്പം മഞ്ജു അമ്മനെ കണ്ടാലും ഒന്ന് ഡാൻസ് കളിക്കാതെ ഇതുണ്ടോ, എപ്പോഴും മഞ്ജു അമ്മ എങ്ങനെയാണ് ഡാൻസ് കളിക്കുക, അപ്പോൾ ഒന്ന് കുലുങ്ങി കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ കുട്ടി ഭയങ്കര ഡാൻസിലാണ്. എപ്പോഴും ഇപ്പോൾ പറയാൻ തുടങ്ങി മഞ്ജു അമ്മ എങ്ങനെയാണ് ഡാൻസ് കളിക്കുക, അപ്പോൾ കുട്ടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ വണ്ടിയിലാണെങ്കിലും മഞ്ജു അമ്മ പറഞ്ഞുകൊണ്ടിരിക്കണം എങ്ങനെയാണ്
ഒരു 6-6:30 ആകുമ്പോഴാണ് ഞങ്ങൾ വീടെത്തിയിട്ടും രാത്രി പിന്നെ എല്ലാവരും സെപ്പറേറ്റ് ഒന്നും ഇരിക്കേണ്ട, അമ്മ എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെ നമുക്ക് ഇന്ന് രാത്രിയും കൂടെ ഇവിടെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ നമ്മൾ വേറെ നമ്മൾ വീട്ടിൽ പോയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ വേണ്ട, ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ആരും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ചിക്കൻ ഇങ്ങനെ മസാല തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ ഞാൻ എന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ, വീഡിയോ നോക്കണമല്ലോ. അപ്പോൾ ചോറ് അടുപ്പിലുണ്ട്, ചോറും ചിക്കൻ കറിയും തന്നെയാണ് വെച്ചത്. അമ്മായി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ചിക്കനിലിടാന്നൊക്കെ പറഞ്ഞാൽ അമ്മായിയൊക്കെ നല്ല കുക്കാണ്. അമ്മായി ഉണ്ട്, ഗ്രീഷ്മയുടെ അമ്മ, അവരൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളും ചെറുതായിട്ട് ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കലും ഉള്ളി തൊലിക്കലും തക്കാളി കട്ടിയലും എല്ലായിട്ടും നമ്മളും ഉണ്ട്. അപ്പോൾ അതേ മുട്ടക്കുട്ടി കളിച്ചു ഉഷാറായി, കുഴപ്പമൊന്നുമില്ല, ആൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീഷ്മയുടെ ചേച്ചി ഉണ്ണീനെ കളിപ്പിക്കുകയാണ്. ഇവിടെ 2 അലമാരയാണ് പ്രദീപിൻ്റെ റൂമിൽ. ഒന്ന് പ്രസവിച്ച് വരുമ്പോൾ കൊണ്ടുവന്നതും ഒന്ന് കല്യാണത്തിന് വാങ്ങിയത്. അപ്പോൾ അതിലും ഞാനിങ്ങനെ ഈ 2 കണ്ണാടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കണത്, ഇവിടെ വന്ന 2 കണ്ണാടിയിലും നോക്കണത് ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. പിന്നെ അതെ മഞ്ജു ഇവരോട് സംസാരിക്കുമ്പോൾ ഒരാൾ ബാക്കിലേക്ക് നോക്കുക, അയാൾ അടുത്ത ബാക്കിലേക്ക് നോക്കുക, അതാണ് അവസ്ഥ. ഇവരോടാണ് ഞാൻ സംസാരിച്ച് വന്നത്. പിന്നെ എല്ലാവരും അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലാണ്, വിനോട്ടിൻ്റെ വീട്ടിലാണ്. അവിടെ ചെറിയ ഡ്രിങ്ക്സ് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇവിടെ വേണ്ടാന്നുകൊണ്ട് അവിടെ ചേച്ചിയുടെ അപ്പുറത്തെ വീട്ടിൽ പോയി. അപ്പം വരിക്കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമില്ല, എല്ലാവരും അടുക്കളയിൽ ബിസിയാണ്. ഞങ്ങളുടെ റൂം കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഹാളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ റൂമും ചേച്ചിയുടെ റൂമും നേരാണ്. ഇപ്പോൾ ആ ചേച്ചിയുടെ റൂമും നേരത്തെ പ്രദീപ് ഉണ്ടായിരുന്ന റൂം, അങ്ങനെ 2 റൂമും കൂടെ ഒന്നാക്കിയിട്ടാണ് ഇപ്പോൾ ഗ്രീഷ്മയും പ്രദീപും ഉപയോഗിക്കുന്ന റൂം. ചെറിയ ഒരു ചേഞ്ച്, വലുതായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ റൂമിലേക്ക് ഒരു മാറ്റമില്ല. ഇപ്പം അത് അമ്മയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അമ്മയാണ് ഇപ്പം ആ റൂമിൽ കിടക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമല്ലോ, മഞ്ജു അമ്മ, ഗ്രീഷ്മയുടെ ചേച്ചി, അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ചിക്കൻ ആയിട്ടില്ല, ചിക്കൻ ആയിക്കൊണ്ടിരിക്കണമല്ലോ, കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം. ഉച്ചയ്ക്ക് ഒരു 3 മണിക്കാണ് കഴിച്ചത്, എങ്കിലും വിശക്കാൻ തുടങ്ങി. പെട്ടെന്ന് വിശക്കും. നമ്മളിങ്ങനെ പറയാം, അബിക്കുട്ടിക്കൊക്കെ ഇങ്ങനെ വിശക്കുമ്പോൾ പറയും വയറ്റിൽ കോഴിയും കുഞ്ഞുങ്ങളാണോ, എല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിരിക്കരുതെന്നൊക്കെ പറയും. ഇവർക്കൊക്കെ വിശപ്പുണ്ടല്ലോ. പിന്നെ ഉണ്ണിക്കൊന്ന് ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് മേല് കഴുകി കൊടുക്കണമല്ലോ. ആകെ പുറത്ത് പോയി എപ്പോഴും വൈകുന്നേരം 2 നേരവും കുളിക്കുമല്ലോ. അപ്പോൾ വൈകുന്നേരം കുളിക്കുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ആശാൻ സോപ്പ് താഴെ വെച്ച് സോപ്പ് എടുക്കാൻ വരിക. അങ്ങനെ ഉണ്ണീനെ ഗ്രീഷ്മ കുളിപ്പിക്കുമ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി. അപ്പോൾ വരിക്കുട്ടിക്ക് ഞാൻ നേരെ വന്ന് മഞ്ജുവിൻ്റെ റൂമിൽ, പ്രസൻ്റെ റൂമിൽ ഇരുന്നിട്ട് കഴിക്കാൻ കൊടുത്തു. ഒരു പഴയ മുണ്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇരുത്തി, ഇല്ലെങ്കിൽ ചോറ് ബെഡിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ ആൾക്കാരായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രസാദും അമ്മ ഇങ്ങനെ മടിയിൽ കിടക്കണത്. ഞാൻ പറഞ്ഞു, ഇവർ 4 മക്കളിനെയും അമ്മ അടിപൊളിയായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് വളർത്താൻ പറ്റണില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കും ഇവരെ പോലെ വളർത്തണം എന്നൊക്കെ. 4 മക്കളും അമ്മയുടെ ഇടം പറയും. പണ്ടൊക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ കാല് നീട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ 2 പേര് തല വെച്ച് കിടക്കും, ഇപ്പുറത്ത് 2 ഇങ്ങനെ കാല് നീട്ടിയിരിക്കുമ്പോൾ 2 പേര് തല വെച്ച്, അങ്ങനെ 4 പേരും അമ്മയുടെ മടിയിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണായിട്ടുണ്ട്, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ കുഴപ്പമൊന്നുമില്ല, ഇവർ 4 ആളും എപ്പോഴും ഒത്തൊരുമകളാണ് പറയുക. ഒത്തൊരുമയോട് കൂടി തന്നെയാണ് 4 ആളും, കുഴപ്പമില്ല. അമ്മ എന്ത് പറഞ്ഞാലും പറയും എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറയേ ഞാനും ചേച്ചിയൊക്കെ. അപ്പം നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ തല്ലുവടിയാണ്. അപ്പം അമ്മായിയും ചേച്ചിയും ഞാനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തോ പറയാമെന്ന് എല്ലാവരും കൂടെ സീറ്റ് ഔട്ടിൽ എന്നും എല്ലാവരും കൂടെ തന്നെ സീറ്റ് ഔട്ടിൽ ഓരോ കാര്യങ്ങൾക്കും ഇരിക്കും. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനുണ്ട്, ഇവർക്കൊക്കെ ചോറ് കൊടുക്കാനുണ്ട്, കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ്. ഗ്രീഷ്മയുടെ അമ്മ എല്ലാവർക്കും എല്ലാവരും സൈഡായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആണുങ്ങളൊക്കെ ഡ്രിങ്ക്സ് കഴിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ തിരി ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവരും ഡ്രിങ്ക്സൊക്കെ കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.